കേരളത്തിലെ സർവകലാശാലകളുടെ ചാൻസലർ ഗവർണറാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ എത്തിയത് മുതൽ ഇങ്ങോട്ടേക്ക് സർവകലാശാലകളും ഈ ഗവർണറും ചാൻസലറായ ഗവർണറും തമ്മിലുള്ള തർക്കങ്ങൾ തുടരുക. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ. അപ്പോൾ ഈ ഗവർണർ ആരെ നിയോഗിക്കുന്നു, അത് സർക്കാർ പറയുന്ന ആളുകളെ വി സി ആയിട്ട് നിയമിക്കുന്നു. പക്ഷേ ഇവർ മറ്റ് ചടങ്ങുകളിലൊന്നും പങ്കെടുക്കാൻ പാടില്ല. CPM അനുകൂല ചടങ്ങുകളിൽ മാത്രമേ പങ്കെടുക്കാവൂ. അങ്ങനെയൊക്കെ ഒരു തിട്ടൂരം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം. അങ്ങനെ പറയാമോ? അടിസ്ഥാന കാരണം അവിടെ അല്ല തുടങ്ങുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ ആദ്യത്തെ ഒരു ചില്ലറ കല്ലുകടി ഉണ്ടായപ്പോൾ തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ പിണറായി വിജയന് കത്തെഴുതി എന്നെ ഈ ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം, ഇതും കൂടെ നിങ്ങളെടുത്തോ, എനിക്ക് ഈ കുരിശ് വേണ്ട, അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളും പ്രശ്നം. ഇതിന് പിണറായി വിജയൻ മറുപടി കൊടുത്തു, പറ്റില്ല, അങ്ങ് തന്നെ ചാൻസലറായിട്ട് തുടരണം എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തു. ഈ കത്ത് കൊടുത്ത് 2 മാസം കഴിഞ്ഞപ്പോൾ നിയമസഭയിൽ ബില്ല് കൊണ്ടുവന്നു ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാനായിട്ട്. ആ ബില്ല് പാസ്സാക്കിയിട്ട് ഒപ്പിടാൻ ഇതേ ഗവർണറെടുത്ത് കൊടുത്തു വിട്ടു. ഗവർണർ നോക്കിക്കഴിഞ്ഞപ്പോൾ തുടരണം എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ കത്ത്, തുടരരുത് എന്ന് പറഞ്ഞിട്ട് അസംബ്ലിയിലെ ബില്ല്. എന്ത് ചെയ്യണം ഗവർണർ? ഗവർണർ പറഞ്ഞു, ഇതാരെങ്കിലും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്, ഇത് കോൺട്രഡിക്ടറിയാണ് രണ്ട്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നുകിൽ മുഖ്യമന്ത്രി എനിക്ക് എഴുതണം, ഞാൻ നേരത്തെ എഴുതിയ കത്ത് പിൻവലിച്ചു അല്ലെങ്കിൽ തെറ്റിപ്പോയി എന്തെങ്കിലും പറഞ്ഞ് ഒരു വിശദീകരണം തന്ന് അത് ഒഴിവാക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരം ബില്ല് പാസ്സാക്കരുത്. ഇത് വിശദീകരിക്കാൻ ആർക്കും സാധിച്ചില്ല. സെക്രട്ടറിമാർ പലതവണ പോയി, അവർക്കൊന്നും പറയാൻ, അവർ പറഞ്ഞു, സാർ നിയമസഭ പാസ്സാക്കിയ ബില്ലാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ പുള്ളി പറഞ്ഞു, ശരി, നിങ്ങൾ മുഖ്യമന്ത്രിയോട് വരാൻ പറ. പ്രോട്ടോക്കോൾ പ്രകാരം എനിക്ക് അദ്ദേഹത്തെ പോയി കാണാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ പോയി കണ്ടേനെ. അപ്പോൾ അദ്ദേഹത്തോട് ഒന്ന് വന്ന് എന്നെ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുക, ഞാനത് ഒപ്പിട്ടയക്കാം. ഇനി മുഖ്യമന്ത്രിക്ക് വരാൻ ഈഗോ പ്രശ്നമുണ്ടെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രി വന്നാൽ മതി. കാരണം മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമാണ്, ഏത് മന്ത്രി പറഞ്ഞു കഴിഞ്ഞാലും മുഖ്യമന്ത്രി പറയുന്ന പോലെയാണ്. അത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പ്ലീസ് കം ആൻഡ് എക്സ്പ്ലെയിൻ മീ. ഈ 2 സാധനം എൻ്റെ ഇരിക്കുന്നു. അതിന് ഒരു മന്ത്രിയും തയ്യാറായില്ല. അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളിലൊക്കെ തുടക്കം. ഒരു വ്യക്തതയുമില്ലാതെ കേരള സർക്കാർ കളിക്കുകയും കുറേ പേർക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ അവിടെ ഇരിക്കണം, കുറേ പേർക്ക് അങ്ങേര് വേണ്ട. ഇപ്പോൾ AK ബാലൻ പറഞ്ഞു, ഒരു കേക്ക് കൊടുത്താൽ സംപ്രീതനാകുന്ന ആളാണ് ഗവർണർ എന്ന് പറഞ്ഞു. അതൊരു മോശം പ്രസ്താവനയായിപ്പോയി. പക്ഷേ ഇനി അങ്ങനെ ആണെന്ന് തന്നെ വയ്ക്കുക, ഒരു കേക്ക് കൊണ്ടുപോയി കൊടുത്ത് സംപ്രീതനാക്കരുതായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഒരു കേക്കിൻ്റെ ചിലവേ ഉള്ളുവെങ്കിൽ അത് ചെയ്യുക. എനിക്ക് തോന്നുന്നില്ല ആരിഫ് മുഹമ്മദ് ഖാൻ കേക്ക് തിന്ന് ആദ്യം കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകാം കടലാസ് എന്ന് പറഞ്ഞിട്ട് ഒപ്പിടും, ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ അങ്ങനെയാണ് AK ബാലൻ പറഞ്ഞത്. എന്നാൽ പിന്നെ ആ വഴിയെങ്കിലും നോക്ക്, എങ്ങനെയെങ്കിലും ചെയ്തിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഒഴിവാക്കണ്ടേ. അപ്പോൾ ഒരു മന്ത്രിയും ഗവർണറെ കാണാൻ തയ്യാറല്ല. സെക്രട്ടറിമാർക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനും പറ്റുന്നില്ല. പിണറായി വിജയൻ എഴുതിയ ഡെമി ഒഫീഷ്യൽ എന്ന് പറയും ഇത്തരം കത്തുകൾക്ക്, ഫുള്ളി ഒഫീഷ്യലല്ല. പേഴ്സണൽ ലെറ്റർ പാഡിൽ പേരൊക്കെ ഉണ്ടാവും, പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ പേഴ്സണലി ഉള്ള കത്ത്, അതിനൊരു പേഴ്സണൽ ടച്ചും ഉണ്ടാകും. ഏറ്റവും അവസാനം US ഫെയ്ത്ത്ഫുള്ളി എന്നോ ട്രൂലി എന്നോ എഴുതിയിട്ട് പിണറായി വിജയൻ നേരിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന കത്ത്, അതാണ് ഡെമി ഒഫീഷ്യൽ കത്ത് എന്ന് പറയുന്നത്. ഈ കത്ത് ഇതൊരു റെക്കോർഡല്ലേ, രേഖയല്ലേ. ഗവർണർ എങ്ങനെ ഈ കത്തിരിക്കുമ്പോൾ നിങ്ങളെങ്ങനെ ഈ ബില്ലിൽ ഒപ്പിട്ടു? ഈ ബില്ലിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ കത്ത് എങ്ങനെ പരിഗണിച്ചു? ഈ ധർമ്മസങ്കടത്തിലാണ് നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഈ കത്ത് പിൻവലിച്ചിട്ട് അടുത്ത കത്തുക, മൈ ലെറ്റർ ഡേറ്റഡ് സോ ആൻഡ് സോ ഈസ് നോ മോർ വാലിഡ്, അത് അന്നത്തെ ഇതിൽ ഞാൻ എഴുതിപ്പോയതാണെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊരു കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അങ്ങനെ ബില്ല് ഒപ്പിടാം. ഇവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നമാണ്. കേരളത്തിലെ സർവകലാശാലകൾ മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ കക്ഷത്തിലാണ് എന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. കുറേ അധികം ശരിയാണ് താൻ. അവർ നിയമിച്ച സാറന്മാർ, അവർ തിരഞ്ഞെടുത്ത കുട്ടികൾ, ബഹളം വയ്ക്കാനുള്ളവൻ, തല്ല് കൊടുക്കാനുള്ളവൻ, തല്ല് വാങ്ങാനുള്ളവൻ ഒക്കെ കാറ്റഗറി എല്ലാം നിറച്ചിട്ട് അവരുടെ സാമ്രാജ്യമായിട്ട് നമുക്ക് കോടിക്കണക്കിന് രൂപ ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞവരൊക്കെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരും ഡോക്ടർമാരും ഒക്കെ അല്ലേ.
ആരാ ഡോക്ടർ ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത സ്ത്രീ, ഇവരൊക്കെ കോളേജിൽ പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അത്ഭുതം. ഇവരൊക്കെ പഠിപ്പിക്കുന്ന പിള്ളേരുടെ ഗതി എന്താകുമെന്ന് കണ്ടു. അപ്പോൾ ഈ അവരുടെ സാമ്രാജ്യത്തെ മറ്റുള്ളവർ ചലഞ്ച് ചെയ്യുന്നു. കോൺഗ്രസ് കുറച്ച് ചലഞ്ച് ചെയ്ത് അവർ സഹിച്ചു, പോട്ടെ മതേതര കക്ഷിയാണല്ലോ. ഇപ്പോൾ BJPയും കയറി ചലഞ്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അവർക്ക് വിടാൻ പറ്റുമോ? ഇവരെ സംരക്ഷിക്കാനായിട്ട് ഗവർണർ രാജ്ഭവനിലിരിക്കുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ ഗവർണർ ഓരോ തവണ രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും അവർക്ക് പേടിയാണ്. ഇത് ഏത് RSSകാരനെ ഏത് യൂണിവേഴ്സിറ്റിയിൽ വയ്ക്കാനായിട്ടാണ് ഇങ്ങനെ ഇറങ്ങുന്നത്. ഹൈക്കോടതി താൽക്കാലിക VCമാരെ തടഞ്ഞു. എനിക്കറിയില്ല, ഞാൻ ഹൈക്കോടതിക്ക് തെറ്റുപറ്റി എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അതങ്ങനെ വേണമായിരുന്നു ഒരു വിധി. ഈ താൽക്കാലിക VCയെ നിയമിക്കാൻ, പെർമനൻറ്റ് VCയെ നിയമിക്കാനായിട്ട് നിങ്ങൾക്ക് സർക്കാരിൻ്റെ ലിസ്റ്റ് വാങ്ങിച്ച് അതിൽ നിന്നൊരാളേക്ക്, താൽക്കാലിക VC താൽക്കാലികനാണ്, അതിന് പിന്നെ ഈ പ്രൊസീജിയർ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ UGCയിലില്ല. പക്ഷേ കോടതി പറഞ്ഞു അത് വേണം. VC ആണോ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അപ്പോൾ പിന്നെ താൽക്കാലിക VCയും പെർമനൻറ്റ് VCയും തമ്മിൽ വ്യത്യാസം. താൽക്കാലിക VC എന്ന് പറയുന്നത് തൽക്കാലം ആളില്ല, ഇവിടെ വന്നേ മോഹൻദാസ് നിങ്ങൾ VC കേട്ടോ 6 മാസത്തേക്ക്. ഇതാണ് താൽക്കാലിക VC. ആ താൽക്കാലിക VCക്ക് ലിസ്റ്റ് വാങ്ങിയിട്ട് അതിൽ നിന്ന് 3-ൽ ഒരാളിനെ എടുക്കാനൊക്കെ ആണെങ്കിൽ അത് പിന്നെ പെർമനൻറ്റ് VC അങ്ങ് നിയമിച്ചാൽ പോരെ. അതിൽ താമസം വരുന്നതെന്ന് കൊണ്ടിട്ടാണല്ലോ ഈ താൽക്കാലിക VC വെച്ചാൽ. എന്തും ആയിക്കോട്ടെ, ഹൈക്കോടതി അതിന് റൂളില്ലാത്ത സ്ഥലത്ത് റൂൾ ഉണ്ടാക്കിയിട്ട് ഇതും ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അതുകൊണ്ട് അവർ ചാടിക്കയറി 3 പേരുടെ ലിസ്റ്റ് കൊടുത്തു. ഗവർണർ സുപ്രീം കോടതിയിലും പോയി. അപ്പോൾ ഇപ്പോൾ അടുത്ത ബഹളം നടക്കും. സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ നിയമിക്കാൻ പറ്റില്ല എന്ന് ഇവർ പറയും. ഗവർണറുടെ രാജ്ഭവൻ പറയും. സർക്കാർ പറയും സ്റ്റേ ഒന്നുമില്ല ഹൈക്കോടതി വിധിക്ക്, അതുകൊണ്ട് ഹൈക്കോടതി വിധി പ്രാബല്യത്തിലുണ്ട്, അതിനാൽ ഞങ്ങൾ തന്ന ലിസ്റ്റിൽ നിന്ന് ആളെ നിയമിക്കണമെന്ന് പറയും. എനിക്ക് സൗകര്യമില്ല എന്ന് ഗവർണർ പറയും. ഇവർ ഇങ്ങനെ ബലം പ്രയോഗിച്ച് വാഴിക്കും. ബലം പ്രയോഗിക്കാമല്ലോ. ഇവർ ബലം പ്രയോഗിച്ച് VCയെ ഇവർ വാഴിക്കും. സിൻഡിക്കേറ്റിന് അധികാരമുണ്ട്. 10.3.1 വകുപ്പിൽ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കൂടി ബഹളം വയ്ക്കാൻ ഇവർ മിടുക്കന്മാരാണില്ല. റൗഡിസം ഗുണ്ടായിസമൊക്കെ കാണിക്കും. അങ്ങനെ ഇവർ VCയെ വാഴിക്കും. സർവകലാശാല പൂട്ടിയിടാൻ ഗവർണർ ഉത്തരവിടുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. എനിക്കിതിൽ വലിയ പ്രാധാന്യം തോന്നാത്തത് എന്താണെന്നറിയാമോ? ഈ സർവകലാശാലകൾ കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഇവർക്കൊക്കെ എന്താ ജോലി? സിനിജി എന്ന് പറഞ്ഞു. ഈ സിൻഡിക്കേറ്റിലിരിക്കുന്ന മഹാന്മാർ ഇത്രയും പേരുണ്ട്, 10-22 പേരൊക്കെയാണ്. ഇവർക്ക് എന്താ പണി? ലക്ഷക്കണക്കിന് രൂപ ശമ്പളം, അലവൻസ്, വണ്ടി, ഡ്രൈവർ, അത് ഇതൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ് ഇവർ? ഇപ്പോൾ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ഞാൻ അവരുടെ എമിനൻസിനെ ഒന്നും കുറ്റം പറയുന്നില്ല. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി നോക്ക്, അർജൻറ്റായിട്ടൊരു പണി അവർ പറയുന്നത് 1500 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒപ്പിടാനുണ്ട്. അത്രയൊന്നുമില്ല, 500 ഉള്ളൂ എന്ന് പറയും. അപ്പോൾ വൈസ് ചാൻസലറുടെ പ്രധാന ജോലി എന്താ? സർട്ടിഫിക്കറ്റ് ഒപ്പിടുക. ഇതിനായിട്ടൊരു വൈസ് ചാൻസലറുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. സർട്ടിഫിക്കറ്റിൻ്റെ ഡിജിറ്റൽ ഒപ്പ് തയ്യാറാക്കിയിട്ട് അതങ്ങ് ഇട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. ഇതിനായിട്ട് ഈ ബഹളം വെച്ച് ഹൈക്കോടതി, സുപ്രീം കോടതി, സെർച്ച് കമ്മിറ്റി, അത് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്താ? ഒപ്പിടാൻ ഒരാളെ അയക്കാൻ. ബാക്കി എല്ലാവരും നോക്കിക്കഴിഞ്ഞാലല്ലേ സർട്ടിഫിക്കറ്റ് റെഡിയായിട്ട് ഇദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് വരുന്നത്. അത് ഒപ്പിടാൻ മാത്രമായിട്ടൊരു യന്ത്രം അവിടെ ആവശ്യമുണ്ടോ? വാസ്തവത്തിലൊരു യന്ത്രം വെച്ചാൽ പോരെ. എന്ത് മലമറിക്കുന്ന പണിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്? വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും പുരോഗതിയോ മാറ്റമോ ഉണ്ടായോ? ഇല്ല. കുറേ തല്ലിപ്പൊളികളെ സൃഷ്ടിക്കുക എന്നുള്ളതല്ലാതെ യൂണിവേഴ്സിറ്റികൾക്ക് ഒരു അച്ചീവ്മെൻറ്റോ സംഗതിയോ ഒന്നും പറയാനില്ല. പിന്നെ ഇവർ തന്നെ ചേട്ടാനിയന്മാർ കൂടിയിട്ട് ഇവർക്ക് റാങ്ക് കൊടുക്കുക, അത് ഇതൊക്കെ ചെയ്യും. UGCയുടെ ഇന്ന റാങ്കിങ്ങിൽ കേരള യൂണിവേഴ്സിറ്റി 1ാമത് വന്നു. ഏത് റാങ്ക്? എന്ത് റാങ്ക്? എന്താ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? ഈ 100% സാക്ഷരത എന്നൊക്കെ പറഞ്ഞ് ഫണ്ട് കിട്ടാനായിട്ടുള്ള ചില സർക്കസുകൾ. സാക്ഷരത കണക്കുണ്ടല്ലോ, 5 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് 1 മുതൽ 9 വരെ എണ്ണാവുന്ന 80% പേരുണ്ടെങ്കിൽ അത് 100% സാക്ഷരതയായിട്ട് കൂട്ടും എന്നാണ് ഫോർമുല.
അപ്പോൾ ആ ഓർമ്മ വെച്ചിട്ട് 100% സാക്ഷരത എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഭോഷ്കാണ് ഈ നടക്കുന്നത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നടക്കുന്ന പ്രശ്നമുണ്ടല്ലോ, അപ്പോൾ 6 ഏക്കർ ഗവർണർ ഒന്ന് ഇറങ്ങിയപ്പോൾ ഈ പിണറായിയുടെ പിന്തുടർച്ചക്കാർ ഇവരെല്ലാം കൂടെ ഓടുവാണ്, അങ്ങനെ പറയാൻ പറ്റുമോ? 6 ഏക്കർ ഇറങ്ങിയോണ്ടാണല്ലോ ഇവർക്ക് ഒന്നും നിൽക്കാൻ പറ്റാത്തത്. അവർക്ക് എപ്പോഴും ഒരു ചെയ്യാനൊരു സമരം വേണം. അവർക്ക് ഭരിക്കാനല്ല, സമരം ചെയ്യാനാണ് അവരുടെ കോർ കോമ്പീറ്റൻസ്. ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു കോമ്പീറ്റൻസാണ്. ഈ കോമ്പീറ്റൻസ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സമരം ചെയ്യാനാണ്, അല്ലാതെ കാര്യങ്ങൾ നേരെ സമാധാനമായിട്ട് ഓർഡറിൽ നടക്കുക എന്നുള്ളതല്ല. അപ്പോൾ ഇങ്ങനെ ഈ ഭരണം കിട്ടിക്കഴിയുമ്പോൾ ഇത് ഓർഡറിൽ നടത്തണ്ടേ? അത് അപ്പം നടക്കും എന്ന് വരുമ്പോൾ ഇവർക്ക് ഈ ഇന്നേറ്റായിട്ട് ഇവരുടെ ഉള്ളിൽ നിന്ന് ഈ സമരത്തിൻ്റെ ആ ത്വരയങ്ങളകും, എന്തെങ്കിലും പറഞ്ഞിട്ട് ആർക്കെങ്കിലും എതിരെ സമരം ചെയ്യും. അതാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ജലപീരങ്കി ഉപയോഗിക്കുന്നു, പോലീസിനെ ഉപയോഗിക്കുന്നു, ഇപ്പം ഇവർ പേടിച്ച് ഓടുകയല്ലേ ചെയ്യുന്നത്, തോറ്റു പിന്മാറുകയല്ലേ? തോറ്റു പിന്മാറുകയൊന്നുമില്ല, അതാണല്ലോ വിജയം അവരുടെ. അടിയുടെ ഇടിയുടെ വെടിയുടെ ഇതിൻ്റെയൊക്കെ മുമ്പിൽ ജയിക്കുക എന്നുള്ളതാണ്. നമുക്ക് നോക്കാമല്ലേ ജയിക്കുമെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.